എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിപ്പാണ്, പുറത്തു പോലും പോവാതെ. കാരണം എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് 2 മാസം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നു. 2 മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 വർഷമല്ല, കൂടുതൽ ഫീലിംഗ് ചെയ്യണം. എനിക്കാകെ അത് ഭയങ്കര ഒരു പ്രയാസമായി. പുറത്തിറങ്ങി നടക്കാനും ഒന്നും പറ്റാതെ ഞാനാകെ വിഷമിക്കുകയായിരുന്നു. കുറച്ചൊക്കെ അത്യാവശ്യത്തിന് കാറിലൊക്കെ പോകും, പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാനും വരാനും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നി, ഇപ്പം 2 മാസം തികയാൻ പോകണം. ഇനി ഒരു 4-5 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ, എൻ്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സ്വയം ജീവിക്കാൻ മറന്നുപോയി. അത് എന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് സായാഹ്നമായി എങ്ങോട്ടോ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏത് ബസ്സിൽ കയറണം, എവിടെ ഇറങ്ങണം എന്നറിയില്ല. മനസ്സ് പറയുന്നു പോകണം, അത്രമാത്രം. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത യാത്ര, അത് മാത്രം അറിയാം. ഒരു 50 വർഷങ്ങൾ മുമ്പിലോട്ട് ഒന്ന് നോക്കാം. സ്വയം ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു നല്ല കുട്ടിയായി. ആ ദുഃഖം ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ കിടപ്പുണ്ട്. ആ ദുഃഖത്തിന് കാരണക്കാരായവരെ ഞാൻ പഴിക്കുന്നില്ല. എൻ്റെ വിധിയാണെന്ന് വിചാരിച്ച് ഞാൻ സ്വയം സമാധാനിച്ചു. അടുത്തത്, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ സ്നേഹിച്ചവരും ഞാൻ സ്നേഹിച്ചവരുമായ എൻ്റെ ബന്ധുക്കൾ 1.5 വർഷത്തിനകം എങ്ങോട്ടോ പോയി. തിരിച്ചു വരാത്ത യാത്ര. ജീവിതവഞ്ചിയിൽ ഞാൻ ഒറ്റയ്ക്കായി. തുഴയാനുള്ള ശക്തി എൻ്റെ കരങ്ങൾക്കില്ല. വഞ്ചിയെ അടുത്ത കരയിൽ എത്തിച്ച് വിശ്രമിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ അവിടെയും എനിക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിച്ചില്ല. മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചു. ഞാൻ ഒരു നായർ തറവാട്ടിലാണ് ജനിച്ചത്. ഒരു കൂട്ടുകുടുംബം, കുറേ കുട്ടികളും, അമ്മ, അച്ഛൻ, കുഞ്ഞമ്മ, ചിറ്റപ്പൻ, മാമൻ, മാമി, കുറേ ആൾക്കാർ. ഒരു വീട്. ഓരോ മുറിയിലും ഓരോ കുടുംബം. വയ്ക്കുന്നതും കഴിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഒറ്റ മുറിയിൽ. വിശാലമായ പറമ്പ്. അവിടെ കുട്ടികൾ എല്ലാം ഒത്തുകൂടി കളിക്കും. ഒരു വീട്ടിലെ കുട്ടികൾ മാത്രമല്ല, പല വീടുകളിലെ കുട്ടികൾ. ക്ഷേത്രവും അതിനകത്തിരിക്കുന്ന ദൈവവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ദൈവമെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു. അങ്ങനെ ഉള്ള ഞാൻ എൻ്റെ ദൈവത്തിനെയും ആചാരങ്ങളെയും ഉപേക്ഷിച്ച് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി മാത്രം വേറെ ഒരു മതം സ്വീകരിച്ച് ഒരു ദൈവദാസിയായി കഴിയാം. പക്ഷേ അവിടെയും ഞാൻ തോറ്റു. മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്യാൻ പാടുണ്ടോ? 22 വയസ്സ് വരെ എല്ലാവർക്കും ഇഷ്ടമുള്ള അടക്കവും ഒതുക്കവുമുള്ള ഒരു കന്യാസ്ത്രീയാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം ഉണ്ടാകില്ലേ? പെട്ടെന്നൊരു വിവാഹം നടത്താൻ എല്ലാവരും ഒത്തുപിടിച്ചു. വേണ്ട എന്ന് പറയാൻ സാധിച്ചില്ല. എല്ലാവരും സന്തോഷത്തോടെ മുൻകൈയെടുക്കുമ്പോൾ ഞാൻ എല്ലാവരെയും നിരാശപ്പെടുത്തേണ്ട. എൻ്റെ സമ്മതം ആരും ചോദിച്ചില്ല. പയ്യൻ്റെ പ്രായമോ വിദ്യാഭ്യാസമോ കുടുംബമോ ഒന്നും എനിക്കറിയില്ല. പയ്യന് 15 ദിവസത്തെ ലീവേ ഉള്ളൂ. അതിനകത്ത് വിവാഹം നടത്തണം. വേറെ ഡിമാൻഡൊന്നുമില്ല. അമ്മ മരിച്ച 43-ാം ദിവസം വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി ജോലി സ്ഥലത്തേക്ക് പോയി. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് പയ്യനും അച്ഛനും അമ്മയും ഇല്ല. 5 സഹോദരി.
എല്ലാവരും മൂത്തത്. ഏറ്റവും മൂത്ത ഒരു ജ്യേഷ്ഠൻ. പുള്ളി വിവാഹിതനാണെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചു പോയി. അച്ഛൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ഭാര്യയും കുഞ്ഞും എങ്ങനെ ജീവിക്കും? പിന്നെ ഒരു സഹോദരി വിവാഹം കഴിക്കാതെ ഉണ്ട്. ബാക്കി 4 സഹോദരിമാരും വിവാഹം കഴിഞ്ഞ് കുട്ടികളുമുണ്ട്. പെൺകുട്ടികളാണ് കൂടുതലും. ചേച്ചിമാർക്ക് എൻ്റെ അമ്മയാകാനുള്ള പ്രായമുണ്ട്. പിള്ളേർക്ക് എന്നേക്കാളും 7-8 വയസ്സ് കൂടുതലുള്ളവരും എൻ്റെ പ്രായമുള്ളവരും അതിൽ താഴെ ഉള്ളവരും ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചന്ദ്രൻ അല്ലെങ്കിൽ കൊച്ചുമാമൻ, കുറേ നക്ഷത്രങ്ങളും കൂടിയ ഒരു കുടുംബം. അതിൻ്റെ ഇടയിലേക്കാണ് ഒറ്റപ്പെട്ടു പോയ ഒരു നക്ഷത്രം കൂടെ ചെന്ന് കയറുന്നത്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും. ഇത്രയും കാലം മണിക്ക് ഞങ്ങളെയെല്ലാം വലിയ സ്നേഹമാണ്. ഇനി എങ്ങനെ എന്തോ ആ വാക്ക് പല പ്രാവശ്യം ആയപ്പോൾ ഒരു അളിയൻ തന്നെ ഭാര്യയോട് പറഞ്ഞു, സ്നേഹം കുറയില്ല, പൈസ കുറയും എന്ന് വച്ചാൽ അവനൊരു കുടുംബമായില്ലേ. ഇത്രയും കാലം കിട്ടുന്നതെല്ലാം മൂത്ത ജ്യേഷ്ഠന് തൊട്ട് 5 സഹോദരിമാർക്കും കുടുംബത്തിനും ചെലവഴിച്ചു. പറയത്തക്ക സമ്പാദ്യമൊന്നുമില്ല. എല്ലാം അറിയാമെങ്കിലും ആ നക്ഷത്ര വലയത്തിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല. അങ്ങനെ മണികണ്ഠൻ നായരും അംബികാദേവിയും ജീവിതം തുടങ്ങി. 6 മാസം കഴിഞ്ഞ് പുള്ളിക്കാരൻ അവധിക്ക് വന്നു. വെറും 30 ദിവസം. 3+3 6 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്ര. ബാക്കി കിട്ടിയത് 24 ദിവസം. അതിൽ പകുതി ദിവസവും ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിനും കുടുംബസമ്മേളനത്തിനും, ബാക്കി ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനും. ദിവസം പോയതറിഞ്ഞില്ല. വീണ്ടും ചന്ദ്രനെ ഗ്രഹണം ബാധിച്ചതുപോലെയായി. അങ്ങനെ ഇരിക്കെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. എന്നേക്കാളും സന്തോഷം നാട്ടുകാർക്കായിരുന്നു. ഈ ഒറ്റപ്പെടലിൽ നിന്നും ഒരു മോചനം കിട്ടുമല്ലോ. പുള്ളിക്കാരൻ്റെ ചേച്ചിമാർക്കും വലിയ സന്തോഷമായി. 7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മൂത്ത ചേച്ചിയമ്മ എന്ന് പറയുന്നതായിരിക്കും ശരി, എൻ്റെ വീട്ടിൽ വന്നു നിന്നു. പുള്ളിക്കാരൻ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. 1974 ഡിസംബർ 25 ബുധനാഴ്ച, ഭരണി നക്ഷത്രം. ഈസ്റ്ററും ക്രിസ്മസും സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശിയും ശബരിമലയിലെ മണ്ഡലപൂജയും എല്ലാ മനുഷ്യരും ഒന്നിച്ച് ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം പോയി തൻ്റെ മനസ്സും ശരീരവും അർപ്പിച്ച് ദൈവനാമം ഉരുവിടുന്ന സമയം ഞാൻ ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി. പനിനീർ റോസ പോലെ ഉണ്ട് മോളമുഖം. സാരി തുണിയിൽ പൊതിഞ്ഞ് എൻ്റെ അടുത്ത് കിടത്തിയപ്പോൾ ഉണ്ണിയേശു മറിയമ്മയുടെ അടുത്ത് കിടക്കുന്നതായാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ മണികണ്ഠനും അംബികയും അച്ഛനും അമ്മയായി. കുഞ്ഞിനെ കാണാൻ അച്ഛൻ വന്നത് കുഞ്ഞിന് 60-ാം നാളിൽ ആഘോഷമായി നൂൽകെട്ട് ചടങ്ങ് നടത്തി. അധിക ദിവസം കഴിയാതെ അച്ഛൻ ജോലി സ്ഥലത്ത് മടങ്ങി പോയി. മോള് മിടുക്കിയായിരുന്നു. ചിരിയും കളിയും എല്ലാം മനസ്സിന് സന്തോഷം തന്നു. 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ് നിൽക്കാൻ പ്രാപ്തിയായി. അച്ഛൻ വന്നു എന്നെയും മോളെയും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ തിരുവനന്തപുരം വിട്ട് ആദ്യമായി ട്രെയിൻ യാത്ര. 3 ദിവസം ഭോപ്പാലിലെത്തി. മധ്യപ്രദേശത്തിൻ്റെ തലസ്ഥാനമായ ഭോപ്പാൽ. പാഠപുസ്തകത്തിൽ വായിച്ച അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നല്ല വൃത്തിയുള്ള പട്ടണം, വൃത്തിയുള്ള ക്വാർട്ടേഴ്സ്, ഷെയറിങ്. മലയാളിയാണ്. അയ്യപ്പൻ്റെ നാട്ടുകാരി. അയ്യപ്പൻ്റെ കഥ എല്ലാം പറഞ്ഞു തരും. 2 പേർക്കും കൂടെ ഒരു മോള്. ദിവസവും മാസവും പോയത് അറിഞ്ഞില്ല. മോക്കൊരു വയസ്സായി. ജന്മനാൾ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ചിക്കൻ പോക്സ് വന്നത്. അത് വേണ്ടെന്ന് വെച്ചു. ഉടനെ തന്നെ അടുത്ത ഗർഭിണിയായി. 8 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. അടുത്ത കുഞ്ഞും പെൺകുട്ടിയായിരുന്നു. എനിക്ക് മാത്രം സന്തോഷത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു. അച്ഛൻ പുറത്തു കാണിച്ചില്ല.
മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ടല്ലോ. അടുത്തടുത്ത പ്രസവം BPS ചെയ്തതിൽ ചില ബുദ്ധിമുട്ടുകളും. മൂത്ത മോൾ ഇളയ മോളെ അച്ഛൻ ആദ്യമായി പരിചയപ്പെടുത്തിയത് അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് തൊട്ടിലിനരികെ കൊണ്ടുപോയി കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, തൊട്ടിലിൽ ഒരു പൂച്ചക്കുഞ്ഞ് കിടക്കുകയാണ് എന്ന്. അച്ഛൻ ജോലിസ്ഥലത്ത് പോയി. 2 പൊടിക്കുട്ടികൾ. ഞാൻ ആശുപത്രിയും വീടുമായി മാറി മാറി താമസം. ആളുകൾക്ക് കൊടുക്കുന്നത് കുറയാൻ തുടങ്ങി. അതിൽ അവർക്ക് അമർഷം. ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നവർ ഉറച്ചു വിശ്വസിച്ചു. എന്നെ ശത്രുവിനെ പോലെ കാണാനും തുടങ്ങി. എൻ്റെ ബന്ധുക്കൾ കൂടി അവരോട് ചേർന്ന് നുണയും ഏഷണിയും എഴുതി അറിയിക്കാൻ തുടങ്ങി. എല്ലാം പച്ചവെള്ളം കുടിക്കും പോലെ പുള്ളിക്കാരൻ വിശ്വസിച്ചു. പ്രസവിച്ചിട്ട് 8 മാസമേ ആയുള്ളൂ. ശാരീരികമായും മാനസികമായും വേദനിപ്പിക്കാൻ തുടങ്ങി. ആരോടും ഒന്നും പറയാൻ പോലും കഴിയില്ല. പറഞ്ഞാൽ അവർ കുറേ കൂടെ ഇട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അത് പുള്ളിക്കാരൻ അറിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അമ്മ കാണില്ല. അങ്ങനെ 3 വർഷം കടന്നുപോയി. ചന്ദ്രനെ ഗ്രഹണം ബാധിച്ചതുപോലെ കുട്ടികൾക്ക് എന്നും അസുഖം. എനിക്ക് നല്ല ആഹാരമൊന്നും കഴിക്കാനില്ല. 80 അടി താഴ്ചയുള്ള കിണറിൽ നിന്ന് വെള്ളം കോരണം, നെല്ല് കുത്തണം, അരിയാട്ടണം, അമ്മിയിൽ അരയ്ക്കണം, അടുപ്പിൽ തീ കത്തിക്കണം. 26 വയസ്സേ ഉള്ളൂ. ഒരു സമാധാനം പറയാനോ സ്നേഹിക്കാനോ ആരുമില്ല. ബന്ധുക്കളെന്ന് പറഞ്ഞു വരുന്നവർ അയൽക്കാരുമായി കൂടി. ഞാൻ ഒന്നും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, പൈസയെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടുകയാണ് എന്നൊക്കെ കുപ്രചരണം നടത്തി ഒരാളിനെ എങ്ങനെ വേദനിപ്പിക്കാമോ അങ്ങനെയെല്ലാം വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ എന്നെ ഉപേക്ഷിക്കണം. അതിനായിരുന്നു അവരുടെ കരുനീക്കങ്ങൾ. പുള്ളി വന്നു. എന്നെയും കുഞ്ഞുങ്ങളെയും കൂടി ബിലായിക്ക് കൊണ്ടുപോയി വീടടച്ചിട്ടു. അപ്പോഴും അവർക്ക് ലാഭം. എല്ലാവർക്കും സന്തോഷം, എനിക്ക് സമാധാനം. കാലങ്ങൾ കഴിഞ്ഞ് ഏഷണിക്കാർക്ക് മനസ്സിലായി, ഞങ്ങളെ തെറ്റിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അവർ ഒരിക്കലും പിരിയില്ല. സ്നേഹമായി പോയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകും. ഏഷണി പതിയെ മടക്കി വെച്ചു. ഞങ്ങൾ പുതിയ വീട് വെച്ചു. നാട്ടുകാർക്കെല്ലാം പുള്ളിക്കാരനോട് സ്നേഹവും മതിപ്പും ഉണ്ടായി. പുള്ളിക്ക് വലിയ സന്തോഷമായി. വീട് വെച്ചതിന് ശേഷം ഞങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ വളരെ മാറ്റമുണ്ടായി. എല്ലാവരും ഞങ്ങളുടെ കൂടെ അടുക്കാൻ തുടങ്ങി. പ്രശ്നങ്ങളെല്ലാം തീർന്നു. ബന്ധുക്കളെല്ലാം പഴയതുപോലെയായി. കുഞ്ഞുങ്ങൾ മിടുക്കികളായി പഠിച്ചു. മത്സര പരീക്ഷകളെല്ലാം 1ാം സ്ഥാനം നേടി. പഠിത്തത്തിലും കലാപരിപാടിക്കും എല്ലാം 1ാം സ്ഥാനം. സ്റ്റേറ്റ് ലെവൽ വരെ പോയി മത്സരിക്കാൻ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മൂത്ത മോൾ എൻട്രൻസ് എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ BTechഉം MTechഉം സ്കോളർഷിപ്പോടെ പഠിച്ച് പാസ്സായി. ഇളയ മോൾ BComഉം MComഉം നല്ല മാർക്കിൽ തന്നെ പാസ്സായി. 2 പേരുടെയും വിവാഹം കഴിഞ്ഞ് ഓരോ കുഞ്ഞുങ്ങളും. ഒരു മോനും ഒരു മോളും. മക്കൾ വിവാഹം കഴിഞ്ഞ് പുറത്തു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പും
ഇല്ലായിരുന്നു. പിരിഞ്ഞ് ജീവിച്ചതിൻ്റെ പ്രയാസം നല്ലവണ്ണം അനുഭവിച്ചവരല്ലേ ഞങ്ങൾ. ഞാൻ ഒറ്റയ്ക്കായി, എന്നെ തനിച്ചാക്കില്ല എന്ന് പറഞ്ഞ് എന്നെയും കൂടെ കൊണ്ടുപോയി ജോലി സ്ഥലത്തേക്ക്. എനിക്ക് പോകുന്നതിൽ താല്പര്യമില്ലായിരുന്നു. 50 വയസ്സായി. ഹോർമോൺ വ്യതിയാനത്തിൽ പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട്. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നാൽ മതി. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല. ഞാനും പിള്ളേരും ഇത്രയും നല്ല രീതിയിലായതിന് നിൻ്റെ പ്രയത്നവും പ്രാർത്ഥനയും ഉണ്ട്. നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ല. വീടും വസ്തുവും എല്ലാം ഇവിടെ കിടക്കട്ടെ, നമുക്ക് പോകാം. പെൻഷനായിട്ട് ഒന്നിച്ചു വരാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി ജബൽപൂരിലേക്ക് യാത്ര തിരിച്ചു. 2 വർഷം അവിടെ താമസിച്ചു. എന്നും ഡോക്ടറെ കാണാൻ പോകും. അപ്പോൾ കൂടെയുള്ളവർ പറയും, ചേട്ടൻ ഇനി പൈസയ്ക്ക് ചിലവില്ല, അതാണ് ചേച്ചിക്ക് എന്നും മനസ്സിലും. ഇതിനിടെ നാട്ടിൽ പല പ്രാവശ്യം വന്നു പോകേണ്ട ആവശ്യം വരും. കുട്ടികൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പെൻഷനാകാൻ വെറും 6 മാസമുള്ളപ്പോൾ ആ ഭീകരൻ വന്ന് പിടിപെട്ടത് ഞങ്ങൾ അറിഞ്ഞു. ഉടൻ തന്നെ നാട്ടിൽ വന്നു. അമൃത ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഒരു 6 മാസമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയോ പോയി മറഞ്ഞു. എന്നെ തനിച്ചാക്കില്ല എന്ന് പറഞ്ഞ വാക്ക് വെറും വാക്കായി. ഇനി ഈ ആഗസ്റ്റ് 24-ാം തീയതി 20 വർഷം തികയും. ഈ 20 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വയസ്സുകാലത്ത് സുഖിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് എപ്പോഴും ചേട്ടൻ പറയും. പക്ഷേ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടാൽ സാരമില്ല. കഷ്ടപ്പെടാൻ മാത്രമേ ആ മനുഷ്യന് ദൈവം വിധി കൊടുത്തുള്ളൂ. സൂഹിക്കാനുള്ള സമയം ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലായി. ഒരിക്കലും നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം നമുക്ക് മാത്രമുള്ളതാണ്. അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം. മക്കളായാലും സഹോദരങ്ങളായാലും അച്ഛനും അമ്മയും ആയാലും കൊടുക്കുമ്പോൾ മാത്രം അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലും എന്ന തോന്നലുണ്ടായാൽ ഉടൻ തന്നെ അകറ്റി നിർത്താനുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും. ആത്മാഭിമാനമുള്ളവർ പിന്നെ ആ വാതുക്കൾ ചെല്ലാൻ മടിക്കും. ഇന്ന് ആർക്കും ആരും വേണ്ട. ഒരു കാര്യത്തിൽ മാത്രം സമാധാനമുണ്ട്. ക്ഷേത്രകാര്യങ്ങൾക്ക് കുറേശ്ശെ പണം എല്ലാം ഞാൻ നൽകാറുണ്ടായിരുന്നു. അത് എനിക്കൊരു മനസ്സമാധാനമുണ്ട്. അല്ലാതെ മനുഷ്യർക്ക് കൊടുത്തിട്ട് ഒരു തിരിച്ച സ്നേഹമോ സാന്ത്വനോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് അങ്ങനെ പ്രതീക്ഷിച്ചാൽ നമുക്ക് മനോദുഃഖം ഉണ്ടാവും. അതിനേക്കാളും നമ്മുടെ കാര്യം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഇന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതകഥ ഇവിടെ നിങ്ങളുടെ മുമ്പേ സമർപ്പിക്കുകയാണ്. ഇതെൻ്റെ സ്വന്തം കഥയാണ്. കയ്യിൽ നിന്ന്
മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും എഴുതിയില്ല. അത് വളരെ വേദനിപ്പിക്കാനോ വിഷമപ്പെടുത്താനോ ഒന്നുമല്ല. ആ പറഞ്ഞ വ്യക്തികൾ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഒന്ന് എനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി. എൻ്റെ മനസ്സ് തുറന്ന് നിങ്ങളോട് ഒന്ന് പറയണമെന്ന് തോന്നി. പറയാൻ മനസ്സിലുള്ളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സമാധാനം കിട്ടും. അതിനു വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ആരെയും വിഷമപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ കഥ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പറയാൻ ആരുമില്ല, ഒരു കാര്യവും പറയാൻ ആരുമില്ല. പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഒറ്റയ്ക്ക് ഒരു 2 കുട്ടികളെ വച്ച് വഞ്ചി തുഴഞ്ഞ് നടന്നു. നല്ല പ്രായത്തിൽ അതുമാത്രം മക്കളെ വളർത്തണം, വലുതാക്കണം എന്ന് മാത്രം. ഇപ്പോൾ 10-20 വർഷം കൊണ്ട് എല്ലാം ഒറ്റയടിക്ക് നിലച്ച് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയായി ആണ്. ഇപ്പോൾ മോളോട് ഒരു വർഷമായില്ല മോള് വന്നിട്ട്, അവളോട് താമസിക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് എപ്പോഴും പോണം എന്നൊരു ചിന്ത മാത്രം. എങ്ങോട്ട് പോകണമെന്നോ എവിടെ പോകണമെന്നോ എനിക്കറിയില്ല. എന്താ അങ്ങനെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്.